രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ സൈബർ ആക്രമണം നേരിടുന്നതായി അതിജീവിതമാർ. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെയാണ് പരാതി. 3 പേരും പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി പോലീസിന് നിർദ്ദേശം നൽകി. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഫെനി നൈനാനിൽ നിന്നും സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് 3 അതിജീവിതമാരുടെയും പരാതി. അതിന് വേണ്ട തെളിവുകളെല്ലാം ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ അതിജീവിതമാർ? വേഗത്തിലുള്ള നടപടി പ്രതീക്ഷിക്കാമോ നമുക്ക്? വളരെ വേഗത്തിലുള്ള നടപടി വേണമെന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം. 3 പരാതികളിലും പ്രത്യേക സംഘത്തെ തന്നെ, ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫെനി നൈനാനെതിരായിട്ടുള്ള നൽകിയിരിക്കുന്ന പരാതിയിൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പരാതികളിൽ അതത് സൈബർ ടീമുകൾ അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പേരാണ് ബലാത്സംഗ പരാതി നൽകിയിരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രചരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ അതിജീവിതമാർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. അതിൽ പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് ഈ പരാതികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ 3 പേരും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ ഫെനി നൈനാനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാമത് ബലാത്സംഗ പരാതി നൽകിയിട്ടുള്ള പത്തനംതിട്ട സ്വദേശിനിയാണ് ഫെനി നൈനാനെതിരെ നൽകിയിരിക്കുന്നത്. ഫെനി നൈനാന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോസ്റ്റുകളൊക്കെ ഞാൻ എടുത്ത് പരിശോധിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫേവർ ചെയ്തുകൊണ്ട് ഈ അതിജീവിതർക്കെതിരായിട്ടുള്ള ചില കണ്ടെത്തലുകൾ, തെളിവുകൾ, അല്ലെങ്കിൽ രാഹുലിനെ ഫേവർ ആയിട്ടുള്ള ചില വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തു വരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അത്തരം മുന്നറിയിപ്പൊക്കെ ഈ ഫെനി നൈനാന്റെ പോസ്റ്റുകളിലുണ്ട്. അതൊക്കെ ഉൾപ്പെടെയായിരിക്കാം ഇക്കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുഖമില്ലാത്ത വ്യാജമായിട്ടുള്ള പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇത്തരത്തിൽ ആസൂത്രിതമായ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കമന്റുകൾ വരുന്നുണ്ട്, പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ആരാണെന്ന് കൃത്യമായി പരിശോധിക്കണം. നടപടി ഉണ്ടാകണമെന്നാണ് ഇവർ 3 പേരും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ശരി.